നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ജാതി മതം ഇതൊന്നും ആരും അധികം ശ്രദ്ധിക്കാറില്ല എന്ന്. നമ്മുടെ രാജ്യം വികസനത്തിൻ്റെ പാതയിലാണ്, അതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ല എന്ന്. പക്ഷേ അതാണോ സത്യം? അല്ലെന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് അത്തരത്തിലൊരു വാർത്ത വരികയാണ്. ജയശ്രീ എന്നൊരു സ്ത്രീക്ക് ജാതി അധിക്ഷേപം നേരിട്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് അവർക്ക് ജാതി അധിക്ഷേപം നേരിട്ടത്? നമ്മുടെ കുട്ടികളെ നല്ല മനുഷ്യരാക്കാൻ വേണ്ടി, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി, ഈ സമൂഹം എങ്ങനെയാണ്, അവിടെ എങ്ങനെ പെരുമാറണമെന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്ന ഒരു വിദ്യാലയത്തിൽ നിന്നാണ് അവർക്ക് ജാതി അധിക്ഷേപം നേരിട്ടിരിക്കുന്നത്. അതും അവിടുത്തെ ഒരു അധ്യാപകനിൽ നിന്നാണ് അവർക്ക് ജാതി അധിക്ഷേപം നേരിട്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അവർക്ക് ആ ജോലി പോലും വിട്ടു പോകേണ്ടി വന്നു. ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നിരിക്കുന്ന സംഭവമാണ്. എന്താണ് ഈ സംഭവമെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം. തിരുവനന്തപുരത്തെ സരസ്വതി വിദ്യാലയത്തിലാണ് ഈ ജാതി അധിക്ഷേപം അവർക്ക് നേരിടേണ്ടി വന്നത്. ഊറ്റുകുളം ഭാഗത്താണ് ജയശ്രീ താമസിക്കുന്നത്. അവർക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. അവരെ അറിയാവുന്ന ഒരു ചേച്ചിയാണ് അവർക്ക് ഈ ജോലി ഒപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഈ സെൻട്രൽ സ്കൂളിൽ ഒരു വണ്ടി ക്ലീനറിൻ്റെ ജോലിയുണ്ട് എന്ന് പറഞ്ഞാണ് അവരെ വിളിക്കുന്നത്. അങ്ങനെ 5000 രൂപയ്ക്ക് വേണ്ടി അവർ ആ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഈ മാസം 3-ാം തീയതി മുതൽ അവർ അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി. 3-ാം തീയതിയും പോയി, 4-ാം തീയതിയും പോയി. 5-ാം തീയതി ജോലിക്ക് ക്ലീനറായി പോയതിനു ശേഷം ഉച്ചയ്ക്ക് തിരികെ സ്കൂളിലെത്തിയപ്പോൾ ഇവരെ അവിടെ ജോലിക്ക് എത്തിച്ച ആ ചേച്ചി ഇവരോട് വന്ന് ഒരു കാര്യം പറഞ്ഞു. നിന്നെക്കുറിച്ച് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. അതും അഭിലാഷ് സാർ എന്ന ബസ് കോർഡിനേറ്ററായിട്ടുള്ള ഒരു സാറിനാണ് ലഭിച്ചിരിക്കുന്നത്. നൽകിയിരിക്കുന്നത് രക്ഷിതാവാണ്. എന്താണ് പരാതി എന്ന് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇവർ SC/ST വിഭാഗത്തിൽ നിന്നുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് ഇവരെ ഭയങ്കര നാറ്റമാണ് എന്നാണ് ആ പരാതി എന്നാണ് ആ സ്ത്രീ ജയശ്രീയോട് പറഞ്ഞത്. ഈ പരാതി ലഭിച്ചിരിക്കുന്നത് അവിടുത്തെ വാഹന കോർഡിനേറ്ററായ അഭിലാഷ് എന്ന സാറിനാണെന്നും അവർ പറയുന്നു. ഇത് എത്രത്തോളം അവരെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ? അവർ SC/ST വിഭാഗത്തിൽ പെടുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അവർ നാറ്റമാണെന്ന് പറയുന്നത് അവരെ എത്രത്തോളം മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇതറിഞ്ഞ ജയശ്രീ നേരെ പ്രിൻസിപ്പാളിനടുത്ത് പോയി ഈ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ആ പ്രിൻസിപ്പാൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അവരോട് പറഞ്ഞത്. ഇതാരാണ് പറഞ്ഞതെന്ന് ചോദിച്ച ശേഷം അഭിലാഷ് എന്ന സാറിനെ അവർ അകത്തേക്ക് വിളിപ്പിച്ചു. അഭിലാഷിനോട് ഈ കാര്യം പറയുകയും വണ്ടിയിൽ പോയി ഇത് അന്വേഷിക്കാൻ പറയുകയും ചെയ്തു. ജയശ്രീയോട് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ഇരിക്കാൻ അവർ പറയുകയും ചെയ്തു. കുറേ നേരം പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ഇരുന്നതിന് ശേഷം അവർ പുറത്തേക്ക് നോക്കിയപ്പോൾ അഭിലാഷ് എന്ന് പറയുന്ന ഇയാൾ സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് നിൽക്കുന്നതായി കണ്ടു. ഇത് കണ്ട അവർ അവിടെ നിന്ന് ഇറങ്ങി സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്കെത്തി. അവിടുത്തെ ജയശ്രീ ആദ്യം ഡ്രൈവറോട് ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ എന്നാണ് അവർ ചോദിച്ചത്. പക്ഷേ അതിന് മറുപടി ഞാൻ ഇങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല, ആരും എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നൽകി. അതിനുശേഷം അഭിലാഷ് എന്ന് പറയുന്ന സാറിനടുത്തേക്ക് ജയശ്രീ ചെല്ലുകയും ആരാണിത് പറഞ്ഞെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അഭിലാഷ് പറഞ്ഞത് ഡ്രൈവറിനടുത്താണ് രക്ഷിതാവ് പറഞ്ഞത്. ആരാണ് രക്ഷിതാവെന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ കഴിയത്തില്ല എന്നുമാണ് മറുപടി. ഇതിൽ തന്നെ കാര്യങ്ങൾ ജയശ്രീക്ക് ഏകദേശം വ്യക്തമായി. ഇതെല്ലാം കേട്ടതിന് ശേഷം ജയശ്രീ നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിലെത്തി. ഈ ജോലി വിട്ട് ഞാൻ പോവുകയാണ്. ഞാൻ 3 ദിവസം ജോലി ചെയ്ത ശമ്പളം എനിക്ക് അയച്ചു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വഴിയിൽ കൊണ്ട് വെച്ച് കണ്ട ടീച്ചർമാരോട് നീ ഇന്ന് പോകുന്നില്ലേ, വണ്ടിയിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ജയശ്രീ നൽകിയ മറുപടി, എന്നെക്കുറിച്ച് ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട്. എന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് എന്നെ ഇവിടെ ജോലിക്കെടുത്തത്? എന്നെ ജാതീയമായി അധിക്ഷേപിക്കാനാണോ ഇവിടെ ജോലിക്കെടുത്തത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ജയശ്രീ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു രക്ഷകർത്താവിന് താൻ SC/ST ആണ് അല്ലെങ്കിൽ താൻ ഇന്ന ജാതിയിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ്. തീർച്ചയായും ഇത് രക്ഷകർത്താവിൻ്റെ പ്രശ്നമല്ല, ഇത് ആ സ്കൂളിലെ വാഹന കോർഡിനേറ്ററായ സാറിൻ്റെ പ്രശ്നമാണെന്ന് തന്നെയാണെന്നാണ് ജയശ്രീ പറയുന്നത്. അയാൾക്കെതിരെ ജയശ്രീ പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള എത്ര പരാതികൾ ഇപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും? എത്ര പേർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ടാവും? നമ്മൾ വളരെ മുൻപോട്ടാണ്, നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് നമ്മൾ തന്നെ പറയുന്ന കാലത്ത് പക്ഷേ നമ്മുടെ ചിന്താഗതി ഇപ്പോഴും പഴയ നൂറ്റാണ്ടിൽ നിന്ന് മുമ്പോട്ട് വന്നിട്ടില്ല. ഇപ്പോഴും ജാതി അധിക്ഷേപങ്ങളും ഞാൻ വലിയവൻ നീ ചെറിയവൻ എന്ന രീതിയിലുള്ള ചിന്തകളുമാണ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. ജയശ്രീക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം.